ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗങ്ങൾ ലേവ്യരുടെ പുസ്തകം അധ്യായങ്ങൾ 7 മുതൽ 11 വരെയും സങ്കീർത്തനങ്ങൾ 97 മുതൽ 101 വരെയും. ലേവ്യർ അധ്യായം 7. പ്രായശ്ചിത്തയാഗത്തിന്റെ നിയമം. അതിവിശുദ്ധമായ പ്രായശ്ചിത്തയാഗത്തിനായുള്ള നിയമം ഇതാണ്. ഹോമയാഗത്തിനുള്ള മൃഗത്തെ അറക്കുന്ന സ്ഥലത്തു വെച്ച് തന്നെ പ്രായശ്ചിത്തയാഗത്തിനുള്ള മൃഗത്തെയും അവർ അറക്കണം. അതിന്റെ രക്തം ബലിപീഠത്തിന്മേൽ ചുറ്റും അവൻ തളിക്കണം. അതിന്റെ മേധസ് മുഴുവൻ അതിൽ നിന്ന് അവൻ സമർപ്പിക്കണം. കൊഴുത്ത വാലും കുടൽ പൊതിഞ്ഞുള്ള മേധസ്സും ഇരുവൃക്കകളും അവയ്ക്കുമേൽ അരക്കെട്ടിനോടനുബന്ധിച്ചുള്ള മേധസ്സും വൃക്കകൾക്കുമേൽ കരളിനോടനുബന്ധിച്ചുള്ള കൊഴുപ്പുപാളിയും അവൻ വേർതിരിക്കണം. പുരോഹിതൻ അവ കർത്താവിനായി ബലിപീഠത്തിൽ അഗ്നിയിലുള്ള അർപ്പണമായി ധൂമിക്കണം. ഇത് പ്രായശ്ചിത്തയാഗമാണ്. പുരോഹിതരിൽ ഓരോ പുരുഷനും അത് ഭക്ഷിക്കാം. വിശുദ്ധമായ ഒരു സ്ഥലത്ത് വെച്ചാണ് അത് ഭക്ഷിക്കപ്പെടേണ്ടത്. അത് അതിവിശുദ്ധ വസ്തുവാണ്. പാപമുക്തിക്കുള്ള യാഗവസ്തു പോലെ തന്നെയാണ് പ്രായശ്ചിത്ത യാഗവസ്തുവും. അവയ്ക്കുള്ള നിയമം ഒന്നു തന്നെ. പരിഹാരകർമ്മം അനുഷ്ഠിക്കുന്ന പുരോഹിതനുള്ളതായിരിക്കും അത്. ഒരുവൻ പുരോഹിതന്റെ പക്കൽ സമർപ്പിക്കുന്ന ഹോമയാഗമൃഗത്തിന്റെ തോൽ ഹോമയാഗം അർപ്പിക്കുന്ന പുരോഹിതനുള്ളതായിരിക്കും. അടുപ്പിൽ പാകപ്പെടുത്തിയ ഓരോ ധാന്യയാഗവസ്തുവും ഉരുളിയിലും വറചട്ടിയിലും ഉണ്ടാക്കിയ ഓരോന്നും അതർപ്പിക്കുന്ന പുരോഹിതനുള്ളതായിരിക്കും. എന്നാൽ എണ്ണ ചേർത്തതോ ഉണങ്ങിയതോ ആയ ഓരോ ധാന്യയാഗവസ്തുവും അഹ്റോന്റെ പുത്രന്മാർക്കെല്ലാവർക്കും ഒന്നുപോലെയായിരിക്കണം. സമാധാന ബലിയുടെ നിയമം. കർത്താവിന് സമർപ്പിക്കുന്ന സമാധാന ബലിയുടെ നിയമം ഇതാണ്. കൃതജ്ഞതയായാണ് ഒരുവൻ അത് സമർപ്പിക്കുന്നതെങ്കിൽ എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത വടകൾ, എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത അടകൾ, എണ്ണ ചേർത്ത കുഴച്ച നേരിയ മാവ് കൊണ്ടുള്ള വടകൾ എന്നിവയാണ് കൃതജ്ഞതാ ബലിക്കായി കാഴ്ചവെക്കേണ്ടത്. വടകൾക്ക് പുറമെ കൃതജ്ഞതയ്ക്കുള്ള സമാധാന ബലിയോടുകൂടെ പുളിപ്പുള്ള അപ്പവും അവന്റെ കാണിക്കയായി കാഴ്ചവെക്കണം. അതിൽ നിന്ന് ഓരോ കാണിക്കയിലും നിന്ന് ഓരോന്ന് കർത്താവിന് കാണിക്ക സമർപ്പിക്കണം. അത് സമാധാന ബലിമൃഗത്തിന്റെ രക്തം തളിക്കുന്ന പുരോഹിതനുള്ളതായിരിക്കും. കൃതജ്ഞതയ്ക്കുള്ള സമാധാന ബലിമൃഗത്തിന്റെ മാംസം അതിന്റെ സമർപ്പണ ദിനത്തിൽ തന്നെ ഭക്ഷിക്കപ്പെടണം. അതിൽ നിന്ന് പ്രഭാതത്തിലേക്ക് അവശേഷിപ്പിക്കരുത്. എന്നാൽ അവന്റെ ബലി സമർപ്പണം നേർച്ചയോ സ്വാഭീഷ്ട കാഴ്ചയോ ആണെങ്കിൽ അവൻ തന്റെ ബലി സമർപ്പിക്കുന്ന ദിവസം അത് ഭക്ഷിക്കപ്പെടണം. പിറ്റേ ദിവസം അതിൽ നിന്ന് അവശേഷിക്കുന്നതും ഭക്ഷിക്കപ്പെടണം. ബലിമൃഗത്തിന്റെ മാംസത്തിൽ നിന്ന് അവശേഷിക്കുന്നത് 3-ാം ദിവസം അഗ്നിയിൽ ദഹിപ്പിക്കപ്പെടണം. സമാധാന ബലിയുടെ മാംസത്തിൽ നിന്ന് 3-ാം ദിവസം മനഃപൂർവ്വം ഭക്ഷിക്കപ്പെടുന്നെങ്കിൽ അത് സ്വീകാര്യമാവുകയില്ല. സമർപ്പിക്കുന്നവന് അത് അനുകൂലമായി പരിഗണിക്കപ്പെടുകയുമില്ല. അത് തിരസ്കൃത വസ്തുവായിരിക്കും. അതിൽ നിന്ന് ഭക്ഷിക്കുന്ന വ്യക്തി തന്റെ കുറ്റം വഹിക്കണം. മലിനമായ എന്തിലെങ്കിലും തൊടുന്ന മാംസം ഭക്ഷിക്കപ്പെടരുത്. അത് തീയിൽ ദഹിപ്പിക്കപ്പെടണം. മാംസം മുഴുവൻ ശുദ്ധിയുള്ളതാണെങ്കിലേ മാംസം ഭക്ഷിക്കാവൂ. എന്നാൽ കർത്താവിനുള്ള സമാധാന ബലിയിലെ മാംസത്തിന്മേൽ മലിനതയുള്ളപ്പോൾ ഒരു വ്യക്തി അത് ഭക്ഷിച്ചാൽ ആ വ്യക്തി സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. ഒരു വ്യക്തി മലിനമായ എന്തിനെയെങ്കിലും മനുഷ്യ സംബന്ധമായ മാലിന്യമോ മലിനമായ എന്തെങ്കിലും വർജ്യവസ്തുവോ മലിനമൃഗത്തെയോ സ്പർശിച്ചിട്ട് കർത്താവിനുള്ള സമാധാന ബലിയുടെ മാംസത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ ആ വ്യക്തി സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. കർത്താവ് മോശയോട് പറഞ്ഞു, ഇസ്രായേല്യരോട് നീ ഇപ്രകാരം പ്രസ്താവിക്കുക: കാളയുടെയോ ചെമ്മരിയാടിന്റെയോ കോലാടിന്റെയോ മേധസ്സൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത്. ചത്തതിന്റെ മേധസ്സും കടിച്ചു കീറപ്പെട്ടതിന്റെ മേധസ്സും ഓരോ പണിക്കും ഉപയോഗിക്കാം. എന്നാൽ നിങ്ങൾ അതൊട്ടും ഭക്ഷിക്കരുത്. കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണമായി മൃഗത്തിൽ നിന്ന് സമർപ്പിച്ചിട്ട് അതിൽ നിന്നുള്ള മേധസ്സ് ആര് ഭക്ഷിച്ചാലും ഭക്ഷിക്കുന്ന വ്യക്തി സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. നിങ്ങളുടെ വാസസ്ഥാനങ്ങളിൽ എവിടെയും പക്ഷിയുടെയോ മൃഗത്തിൻ്റെയോ രക്തമൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത്. വ്യക്തി ആരായാലും ഏതെങ്കിലും രക്തം ഭക്ഷിച്ചാൽ ആ വ്യക്തി സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. കർത്താവ് മോശയോട് പറഞ്ഞു, ഇസ്രായേല്യരോട് ഇപ്രകാരം പ്രസ്താവിക്കുക: ഒരുവൻ കർത്താവിന് സമാധാന ബലി അർപ്പിക്കുമ്പോൾ തന്റെ സമാധാന ബലിയിൽ നിന്നുള്ള സമർപ്പണമാണ് കർത്താവിന് കൊണ്ടുവരേണ്ടത്. അവന്റെ കരങ്ങൾ തന്നെ കർത്താവിന് അഗ്നിയാലുള്ള അർപ്പണങ്ങൾ കൊണ്ടുവരട്ടെ. നെഞ്ചിനോടൊപ്പം അവൻ മേധസ് കൊണ്ടുവരട്ടെ. നെഞ്ച് കർത്തൃസന്നിധിയിൽ നീരാജനം ഒഴിയേണ്ടതിനാണ്. പുരോഹിതൻ മേധസ് ബലിപീഠത്തിൽ ധൂമിക്കണം. നെഞ്ച് അഹ്റോനും പുത്രന്മാർക്കുമുള്ളതാണ്. നിങ്ങളുടെ സമാധാന ബലിമൃഗങ്ങളുടെ വലത്തെ കുറക് കാഴ്ചയായി പുരോഹിതന് നിങ്ങൾ നൽകണം.
അഹ്റോന്റെ പുത്രന്മാരിൽ ആരാണോ സമാധാനയാഗത്തിന്റെ രക്തവും മേധസ്സും കാഴ്ചയർപ്പിക്കുന്നത്, പങ്ക് പ്രകാരം അവനുള്ളതാണ് വലത്തെ കുറുക്. കാരണം ഇസ്രായേലിൽ നിന്ന് അവരുടെ സമാധാന ബലിവസ്തുക്കളിൽ നിന്ന് നീരാജന നെഞ്ചും കാണിക്ക കുറുകും സ്വീകരിച്ച് ഇസ്രായേലിയർക്കിടയിൽ ശാശ്വത ഓഹരിയായി അവ പുരോഹിതനായ അഹ്റോനും അവന്റെ പുത്രന്മാർക്കും ഞാൻ നൽകിയിരിക്കുന്നു. കർത്താവിന്റെ പുരോഹിതനായിരിക്കാൻ അവൻ അവ സമർപ്പിക്കുന്ന ദിവസം കർത്താവിന് അഗ്നിയാലുള്ള അർപ്പണത്തിൽ നിന്ന് അഹ്റോന്റെ ഓഹരിയും അവന്റെ പുത്രന്മാരുടെ ഓഹരിയും ഇതായിരിക്കും. അവരെ അവിടുന്ന് അഭിഷേകം ചെയ്യുന്ന ദിവസം ഇസ്രായേലിയരിൽ നിന്ന് അവർക്ക് നൽകാനായി അത് അവരുടെ തലമുറകൾക്ക് ശാശ്വത ചട്ടമായി കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. ഹോമയാഗത്തിനും ധാന്യയാഗത്തിനും പാപമുക്തിയാഗത്തിനും പ്രായശ്ചിത്തയാഗത്തിനും പ്രതിഷ്ഠാപനയാഗത്തിനും സമാധാന ബലിക്കുമുള്ള നിയമം ഇതാണ്. കർത്താവിന് തങ്ങളുടെ കാണിക്കകൾ അർപ്പിക്കാൻ സീനായ് മരുഭൂമിയിൽ ഇസ്രായേലിയരെ അവിടുന്ന് നിഷ്കർഷിച്ച ദിവസം സീനായ് മലയിൽ വെച്ച് കർത്താവ് മോശയോട് കൽപ്പിച്ചതാണിത്. ലേവ്യർ അധ്യായം 8. പുരോഹിതാഭിഷേകം. കർത്താവ് മോശയോട് ഇപ്രകാരം പറഞ്ഞു: അഹ്റോനെയും അവനോടൊപ്പം അവന്റെ പുത്രന്മാരെയും വസ്ത്രങ്ങൾ, അഭിഷേക തൈലം, പാപമുക്തിയാഗത്തിനുള്ള മൂരി, 2 മുട്ടാടുകൾ, പുളിപ്പില്ലാത്ത അപ്പങ്ങളുടെ കുട്ട എന്നിവയും കൊണ്ടുവരിക. സമൂഹം മുഴുവനെയും സമാഗമ കൂടാരവാതിൽക്കൽ സമ്മേളിപ്പിക്കുക. കർത്താവ് തന്നോട് കൽപ്പിച്ചതുപോലെ മോശ പ്രവർത്തിച്ചു. സമൂഹം സമാഗമ കൂടാരത്തിങ്കൽ സമ്മേളിച്ചു. അപ്പോൾ മോശ സമൂഹത്തോട് പറഞ്ഞു: അനുഷ്ഠിക്കാനായി കർത്താവ് കൽപ്പിച്ച കാര്യം ഇതാണ്. അനന്തരം മോശ അഹ്റോനെയും അവന്റെ പുത്രന്മാരെയും അടുത്തു വരുത്തി അവരെ വെള്ളം കൊണ്ട് ക്ഷാളനം ചെയ്തു. അവന്റെ മേൽ നിലയങ്കി അണിയിച്ചു. അവനെ അരപ്പട്ട കൊണ്ട് ചുറ്റി. അവനെ കുറിയ അങ്കി ധരിപ്പിച്ചു. അതിന്റെ മേൽ പ്രധാന അങ്കി അണിയിച്ചു. പ്രധാന അങ്കിയുടെ അലങ്കൃത കെട്ടുകൊണ്ട് ചുറ്റി അവനെ അതുകൊണ്ട് അരമുറുക്കി. അവന്റെ മേൽ ഉരസ്രാണമിട്ടു. ഉരസ്രാണത്തിലേക്ക് ഉറീമും തുമ്മീമും നിക്ഷേപിച്ചു. അവന്റെ ശിരസിന്മേൽ ശിരോവസ്ത്രം വെച്ചു. ശിരോവസ്ത്രത്തിന്മേൽ മുൻഭാഗത്ത് വിശുദ്ധിയുടെ കിരീടം, അതായത് സ്വർണത്തിന്റെ പുഷ്പം വെച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയാണിത്. അനന്തരം മോശ അഭിഷേക തൈലമെടുത്ത് ആലയവും അതിലുള്ളതൊക്കെയും അഭിഷേകം ചെയ്തു. അങ്ങനെ അവ വിശുദ്ധീകരിച്ചു. അതിൽ നിന്ന് ബലിപീഠത്തിന്മേൽ അവൻ 7 പ്രാവശ്യം തൂകി. അവൻ ബലിപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും ക്ഷാളനപാത്രവും അതിൻ്റെ പീഠവും അവ വിശുദ്ധീകരിക്കുന്നതിനായി അഭിഷേകം ചെയ്തു. അഹ്റോനെ വിശുദ്ധീകരിക്കാനായി അവൻ്റെ ശിരസിന്മേൽ കുറച്ച അഭിഷേക തൈലം ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്തു. അഹ്റോന്റെ പുത്രന്മാരെയും മോശയെ അടുത്തു കൊണ്ടുവന്ന് അവരെ നിലയങ്കി അണിയിക്കുകയും അരപ്പെട്ട് കെട്ടുകയും അവർക്ക് തലപ്പാവ് ചുറ്റുകയും ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയാണിത്. പാപമുക്തിയാഗത്തിനുള്ള മൂരിയെ കൊണ്ടുവന്നപ്പോൾ അഹ്റോനും അവന്റെ പുത്രന്മാരും പാപമുക്തിയാഗത്തിനുള്ള മൂരിയുടെ തലയിൽ അവരുടെ കൈകൾ വെച്ചു. അറുത്ത് രക്തമെടുത്ത് മോശ തന്റെ വിരൽ കൊണ്ട് ബലിപീഠത്തിന്റെ കൊമ്പുകളിന്മേൽ ചുറ്റും പുരട്ടി. അവൻ ബലിപീഠം ശുദ്ധീകരിച്ച് രക്തം ബലിപീഠത്തിന്റെ ചുവട്ടിലൊഴിച്ചു. അതിന്മേൽ പരിഹാരം അനുഷ്ഠിക്കാനായി അതിനെ വിശുദ്ധീകരിച്ചു. കുടലിന്മേലുള്ള മേധസ് മുഴുവനും കരളിന്റെ കൊഴുപ്പുപാളിയും ഇരുവൃക്കകളും അവയുടെ മേധസ്സും മോശയെടുത്ത് ബലിപീഠത്തിൽ ധൂമിച്ചു. മൂരിയെ, അതായത് അതിന്റെ തോൽ, മാംസം, ചാണകം എന്നിവ പാളയത്തിന് വെളിയിൽ അഗ്നിയിൽ ദഹിപ്പിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയാണിത്. ഹോമയാഗത്തിനുള്ള മുട്ടാടിനെ അവൻ എടുത്തുകൊണ്ടുവന്നു. അഹ്റോനും അവന്റെ പുത്രന്മാരും തങ്ങളുടെ കൈകൾ മുട്ടാടിന്റെ തലയിൽ വെച്ചു. മോശ അതിനെ അറുത്ത് രക്തം ബലിപീഠത്തിനുമേൽ ചുറ്റും തളിച്ചു. മുട്ടാടിനെ കഷ്ണങ്ങളാക്കി മുറിച്ചു. തലയും കഷ്ണങ്ങളും കൊഴുപ്പും മോശ ധൂമിച്ചു. മോശ അതിന്റെ ആന്തരാവയവവും കാൽവണ്ണകളും വെള്ളത്തിൽ കഴുകി. മുട്ടാടിനെ മുഴുവൻ ബലിപീഠത്തിൽ ധൂമിച്ചു. അത് ഹോമയാഗമായിരുന്നു, കർത്താവിന് അഗ്നിയിലുള്ള സുരഫില പരിമളാർപ്പണം. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയാണിത്. അവൻ 2ാമത്തെ മുട്ടാടിനെ, പ്രതിഷ്ഠാപന യാഗത്തിനുള്ള മുട്ടാടിനെ അടുത്തു കൊണ്ടുവന്നു. അഹ്റോനും അവന്റെ പുത്രന്മാരും തങ്ങളുടെ കൈകൾ മുട്ടാടിന്റെ തലയിൽ വെച്ചു. മോശ അതിനെ അറുത്ത് കുറച്ച് രക്തമെടുത്ത അഹ്റോന്റെ വലത് കീഴ്കാതിലും വലത് കൈയുടെ തള്ളവിരലിലും വലത് കാലിന്റെ പെരുവിരലിലും പുരട്ടി. തുടർന്ന് അവൻ അഹ്റോന്റെ പുത്രന്മാരെ അടുത്തു വരുത്തി രക്തത്തിൽ നിന്ന് അവരുടെ വലത് കീഴ്കാതിലും വലത് കൈയുടെ തള്ളവിരലിലും വലത് കാലിന്റെ പെരുവിരലിലും പുരട്ടി. മോശ രക്തം ബലിപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു.
മേധസ്സും കൊഴുത്ത വാലും കുടലിന്മേലുള്ള മേധസ് മുഴുവനും കരളിന്റെ കൊഴുപ്പ് പാളിയും ഇരുവൃക്കകളും അവയുടെ മേധസ്സും വലതുകുറകും അവൻ എടുത്തു. കർത്തൃസന്നിധിയിൽ പുളിപ്പില്ലാത്ത അപ്പങ്ങളുടെ കുട്ടയിൽ നിന്ന് പുളിപ്പില്ലാത്ത ഒരു അപ്പം, ഒരു എണ്ണവട, ഒരട എന്നിവ എടുത്ത് മേധസ്സുകളിന്മേലും വലതുകുറകിന്മേലും വെച്ചു. ഇവയെല്ലാം അവൻ അഹ്റോന്റെ കൈക്കുമ്പിളിലും അവന്റെ പുത്രന്മാരുടെ കൈക്കുമ്പിളിലും വെച്ചു കൊടുത്തു. അവൻ കർത്തൃസന്നിധിയിൽ നീരാജനം ഒഴിഞ്ഞു. മോശ അവരുടെ കൈക്കുമ്പിളിൽ നിന്നെടുത്ത് ഹോമയാഗത്തിനുമേൽ ബലിപീഠത്തിന്മേൽ ധൂമിച്ചു. അത് പ്രതിഷ്ഠാപന യാഗമാണ്, കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണം. മോശ നെഞ്ചെടുത്ത് കർത്തൃസന്നിധിയിൽ നീരാജനം ഒഴിഞ്ഞു. അതായിരുന്നു പ്രതിഷ്ഠാപന യാഗത്തിന്റെ മുട്ടാട്ടിൽ നിന്ന് മോശയ്ക്കുള്ള വിഹിതം. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയാണിത്. അനന്തരം മോശ കുറച്ച് അഭിഷേക തൈലവും ബലിപീഠത്തിന്മേലുള്ള കുറച്ച് രക്തവും എടുത്ത് അഹ്റോന്റെ മേലും അവന്റെ വസ്ത്രങ്ങളുടെ മേലും അവനോടൊപ്പം അവന്റെ പുത്രന്മാരുടെ മേലും അവരുടെ വസ്ത്രങ്ങളുടെ മേലും തളിച്ചു. അങ്ങനെ അവൻ അഹ്റോനെയും അവന്റെ വസ്ത്രങ്ങളും അവനോടൊപ്പം അവന്റെ പുത്രന്മാരെയും അവരുടെ വസ്ത്രങ്ങളും വിശുദ്ധീകരിച്ചു. മോശ അഹ്റോനോടും അവന്റെ പുത്രന്മാരോടും പറഞ്ഞു, സമാഗമ കൂടാരവാതിൽക്കൽ വെച്ച് മാംസം വേവിക്കുവേൻ. അഹ്റോനും പുത്രന്മാരും അത് ഭക്ഷിക്കണം എന്ന് ഞാൻ കൽപ്പിച്ചതുപോലെ അതും പ്രതിഷ്ഠാപന യാഗത്തിന്റെ കുട്ടയിലുള്ള അപ്പവും അവർ അവിടെ വെച്ച് ഭക്ഷിക്കട്ടെ. മാംസത്തിലും അപ്പത്തിലും ശേഷിക്കുന്നത് നിങ്ങൾ അഗ്നിയിൽ ദഹിപ്പിക്കണം. നിങ്ങളുടെ പ്രതിഷ്ഠാപന ദിനങ്ങൾ പൂർത്തിയാകുന്ന ദിനം വരെ 7 ദിവസത്തേക്ക് സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ നിന്ന് നിങ്ങൾ വിട്ടുപോകരുത്. എന്തെന്നാൽ അവിടുന്ന് 7 ദിവസത്തേക്ക് നിങ്ങളെ പ്രതിഷ്ഠിക്കും. കർത്താവ് ഇന്ന് നിർവഹിച്ചതിന് പ്രകാരം നിങ്ങളെ പ്രതി പരിഹാരം അനുഷ്ഠിക്കാനാണ് അവിടുന്ന് കൽപ്പിച്ചിട്ടുള്ളത്. കർത്താവിന്റെ അനുശാസനം പാലിച്ചുകൊണ്ട് 7 ദിവസം രാവും പകലും നിങ്ങൾ സമാഗമ കൂടാരവാതിൽക്കൽ കഴിയുവിൻ. അങ്ങനെ നിങ്ങൾ മരിക്കാതിരിക്കും. എന്തെന്നാൽ അങ്ങനെയാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവ് മോശ വഴി കൽപ്പിച്ചിരുന്ന കാര്യങ്ങളെല്ലാം അഹ്റോനും അവന്റെ പുത്രന്മാരും നിറവേറ്റി. ലേവ്യർ അധ്യായം 9. പുരോഹിത ശുശ്രൂഷ. 8-ാം ദിവസം മോശ അഹ്റോനെയും അവന്റെ പുത്രന്മാരെയും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെയും വിളിച്ചു. അവൻ അഹ്റോനോട് പറഞ്ഞു, കാലിക്കിടാവായ ഒരു തികവുറ്റ കാളക്കുട്ടിയെ പാപമുക്തിയാഗത്തിനായും ഒരു മുട്ടാടിനെ ഹോമയാഗത്തിനായും നിനക്കായി എടുത്ത് കർത്താവിന്റെ മുമ്പിൽ കാഴ്ചവെക്കുക. ഇസ്രായേലിയരോട് നീ ഇപ്രകാരം നിർദ്ദേശിക്കുക, പാപമുക്തിയാഗത്തിന് ഒരു കോലാട്ടിൻ മുട്ടനെയും ഹോമയാഗത്തിന് തികവുറ്റതും ഓരോ വയസ്സുള്ളതുമായ കാളക്കുട്ടിയെയും ചെമ്മരിയാടിനെയും നിങ്ങൾ എടുക്കുവിൻ. സമാധാന യാഗമായി കർത്താവിന്റെ മുമ്പിൽ ബലിയർപ്പിക്കാൻ ഒരു കാളയും ഒരു മുട്ടാടും എണ്ണ ചേർത്ത ഒരു ധാന്യയാഗവും വേണം. എന്തെന്നാൽ കർത്താവ് ഇന്ന് നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടും. മോശ കൽപ്പിച്ചത് അവർ സമാഗമ കൂടാരമുഖത്ത് കൊണ്ടുവന്നു. സമൂഹം മുഴുവനും അടുത്തു വന്ന് കർത്തൃസന്നിധിയിൽ നിലകൊണ്ടു. അനന്തരം മോശ പറഞ്ഞു, നിങ്ങൾ ചെയ്യണമെന്ന് കർത്താവ് കൽപ്പിച്ച കാര്യം ഇതാണ്. അപ്പോൾ കർത്താവിന്റെ മഹത്വം നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടും. മോശ അഹ്റോനോട് പറഞ്ഞു, ബലിപീഠത്തെ സമീപിച്ച് നിന്റെ പാപമുക്തിയാകവും ഹോമയാകവും നിറവേറ്റുക. അങ്ങനെ നിന്നെ പ്രതിയും ജനത്തെ പ്രതിയും പരിഹാരം അനുഷ്ഠിക്കുക. ജനത്തിന്റെ കാണിക്ക അർപ്പിച്ച് അവർക്ക് വേണ്ടി പരിഹാരം അനുഷ്ഠിക്കുക. കർത്താവ് കൽപ്പിച്ചതുപോലെയാണിത്. അഹ്റോൻ ബലിപീഠത്തെ സമീപിച്ച് തനിക്ക് വേണ്ടിയുള്ള പാപമുക്തിയാഗത്തിന്റെ കാളക്കുട്ടിയെ അറുത്തു. അഹ്റോന്റെ പുത്രന്മാർ രക്തം അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ തന്റെ വിരൽ രക്തത്തിൽ മുക്കി ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടി. രക്തം ബലിപീഠത്തിന്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു. പരിഹാരയാഗ മൃഗത്തിന്റെ മേധസ്സും വൃക്കകളും കരളിൽ നിന്നുള്ള കൊഴുപ്പുപാളിയും ബലിപീഠത്തിൽ അവൻ ധൂമിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയാണിത്. എന്നാൽ മാംസവും തോലും പാളയത്തിനു വെളിയിൽ അവൻ അഗ്നിയിൽ ദഹിപ്പിച്ചു. ഹോമയാഗത്തിനുള്ള മൃഗത്തെ അവൻ അറുത്തു. അഹ്റോന്റെ പുത്രന്മാർ രക്തം അവന്റെ പക്കലെത്തിച്ചു. അവൻ അത് ബലിപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു. കഷ്ണങ്ങളായി ഹോമയാഗമൃഗത്തെയും അതിന്റെ തലയും അവർ അവന്റെ പക്കലെത്തിച്ചപ്പോൾ അവൻ ബലിപീഠത്തിന്മേൽ ധൂമിച്ചു. ആന്തരാവയവവും കാൽവണ്ണകളും അവൻ കഴുകി ബലിപീഠത്തിൽ ഹോമയാഗത്തിന്മേൽ ധൂമിച്ചു. അതിനുശേഷം അവൻ ജനത്തിന്റെ കാണിക്ക അർപ്പിച്ചു. ജനത്തിനു വേണ്ടിയുള്ള പാപമുക്തിയാഗത്തിന്റെ കോലാടിനെ എടുത്ത് ആദ്യത്തേതുപോലെ അതിനെ അറക്കുകയും പാപപരിഹാരമാക്കുകയും ചെയ്തു. അനന്തരം ഹോമയാഗ വസ്തു കൊണ്ടുവന്ന് ക്രമപ്രകാരം അവൻ അത് അർപ്പിച്ചു. പ്രഭാത ഹോമയാഗത്തിനു പുറമെ അവൻ ധാന്യയാഗ വസ്തു കൊണ്ടുവന്ന് അതിൽ നിന്ന്
തന്റെ ഉള്ളം കൈനിറച്ച് ബലിപീഠത്തിന്മേൽ ധൂമിച്ചു. തുടർന്ന് ജനത്തിനു വേണ്ടിയുള്ള സമാധാന ബലിമൃഗമായ കാളയെയും മുട്ടാടിനെയും അവൻ അറുത്തു. രക്തം അഹറോന്റെ പുത്രന്മാർ അവന്റെ പക്കൽ എത്തിച്ചു. അവൻ അത് ബലിപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു. കാളയിൽ നിന്ന് മേധസ്സുകളും മുട്ടാടിൽ നിന്ന് കൊഴുത്ത വാലും നെയ്യാവരണവും വൃക്കകളും കരളിന്റെ കൊഴുപ്പുപാളിയും നെഞ്ചിന്മേലുള്ള മേധസ്സുകളും അവർ കൂട്ടിവെച്ചു. ബലിപീഠത്തിന്മേൽ അവൻ മേധസ്സുകൾ ധൂമിച്ചു. നെഞ്ചും വലത്തെ കുറുകും അഹ്റോൻ കർത്തൃസന്നിധിയിൽ നീരാജനം ഒഴിഞ്ഞു. മോശ കൽപ്പിച്ചതുപോലെയാണിത്. അനന്തരം അഹ്റോൻ ജനത്തിനു നേരെ തന്റെ കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. പാപമുക്തിയാഗവും ഹോമയാഗവും സമാധാന യാഗങ്ങളും അർപ്പിച്ചിട്ട് അവൻ ഇറങ്ങി വന്നു. മോശയും അഹ്റോനും സമാഗമ കൂടാരത്തിലേക്ക് പോയി. അവർ പുറത്തു വന്ന് ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ കർത്താവിന്റെ മഹത്വം ജനത്തിനെല്ലാം പ്രത്യക്ഷമായി. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ബലിപീഠത്തിൽ വെച്ച് ഹോമയാഗ വസ്തുവും മേധസ്സുകളും വിഴുങ്ങി. ജനമെല്ലാം അത് കണ്ട് ആർപ്പ് വിളിച്ച് മുഖം മുട്ടെ പ്രണമിച്ചു. ലേവ്യർ അധ്യായം 10. നാദാബും അബീഹുവും. അഹ്റോന്റെ പുത്രന്മാരായ നാദാബും അബീഹുവും അവനവന്റെ ധൂപകലശമെടുത്ത് തീ കൊളുത്തി അതിന്മേൽ ധൂപന വസ്തുവിട്ട് അവരോട് കർത്താവ് കൽപ്പിച്ചിട്ടില്ലാതിരുന്ന നിശ്ചിതാഗ്നി അവിടുത്തെ മുമ്പിൽ സമർപ്പിച്ചു. അതിനാൽ കർത്തൃസന്നിധിയിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് അവരെ വിഴുങ്ങി. അങ്ങനെ അവർ കർത്തൃസന്നിധിയിൽ മൃതിപ്പെട്ടു. അതേപ്പറ്റി കർത്താവ് പ്രസ്താവിച്ചിരിക്കുന്നത് ഇപ്രകാരമാണെന്ന് അപ്പോൾ മോശ അഹ്റോനോട് പറഞ്ഞു. എന്നെ സമീപിക്കുന്നവരാൽ ഞാൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കപ്പെടും. സർവ്വജനത്തിനു മുമ്പാകെ ഞാൻ മഹത്വീകരിക്കപ്പെടും. അഹ്റോൻ നിശബ്ദത പൂണ്ടു. മോശ അഹ്റോന്റെ ബന്ധുവായ ഉസിയേലിന്റെ പുത്രന്മാർ മിഷായേലിനെയും എൽസഫാനെയും വിളിച്ച് അവരോട് പറഞ്ഞു, അടുത്തു വരുവേൻ. നിങ്ങളുടെ സഹോദരന്മാരെ വിശുദ്ധ സ്ഥലത്തിന് മുമ്പിൽ നിന്ന് പാളയത്തിന് പുറത്തേക്ക് ചുമന്നു കൊണ്ടുപോകുവേൻ. മോശ നിർദ്ദേശിച്ചതുപോലെ അവർ അടുത്തു വന്ന് അവരുടെ കുപ്പായങ്ങളിൽ തന്നെ അവരെ പാളയത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോയി. അനന്തരം മോശ അഹ്റോനോടും അവന്റെ പുത്രന്മാരായ എലയാസറിനോടും ഇത്താമറിനോടും പറഞ്ഞു, നിങ്ങൾ മരിക്കാതിരിക്കാനും സമൂഹം മുഴുവന്റെയും മേൽ അവിടുന്ന് കുപിതനാകാതിരിക്കാനും നിങ്ങളുടെ ശിരസ്സുകൾ നഗ്നമാക്കുകയോ വസ്ത്രങ്ങൾ കീറുകയോ അരുത്. എന്നാൽ നിങ്ങളുടെ സഹോദരങ്ങളായ ഇസ്രായേൽ ഭവനം മുഴുവനും കർത്താവ് ജ്വലിപ്പിച്ച അഗ്നിജ്വലനത്തെക്കുറിച്ച് വിലപിച്ചു കൊള്ളട്ടെ. നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് സമാഗമ കൂടാരവാതിൽക്കൽ നിന്ന് പുറത്തു പോകരുത്. കാരണം കർത്താവിന്റെ അഭിഷേക തൈലം നിങ്ങളുടെ മേലുണ്ട്. മോശയുടെ വാക്കനുസരിച്ച് അവർ പ്രവർത്തിച്ചു. പുരോഹിതർക്ക് നിയമങ്ങൾ. കർത്താവ് അഹ്റോനോട് ഇപ്രകാരം നിർദ്ദേശിച്ചു, നീയും നിന്റെ കൂടെയുള്ള നിന്റെ പുത്രന്മാരും സമാഗമ കൂടാരത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മരിക്കാതിരിക്കാൻ മീഞ്ഞോ ലഹരി പാനീയങ്ങളോ കുടിക്കരുത്. നിങ്ങളുടെ തലമുറകൾക്കുള്ള ഈ ശാശ്വത ചട്ടം വിശുദ്ധിയുള്ളതും പൊതുവായതും തമ്മിലും മലിനവും ശുദ്ധവും തമ്മിലും വേർതിരിക്കാനും മോശ വഴി കർത്താവ് അവരോട് കൽപ്പിച്ച ചട്ടങ്ങളെല്ലാം ഇസ്രായേലിയരെ പഠിപ്പിക്കാനും വേണ്ടിയാണ്. മോശ അഹ്റോനോടും അവന്റെ ശേഷിച്ച 2 പുത്രന്മാരായ എലയാസറിനോടും ഇത്താമറിനോടും പ്രസ്താവിച്ചു, കർത്താവിനുള്ള അഗ്നിയിലുള്ള അർപ്പണങ്ങളിൽ അവശേഷിച്ച ധാന്യയാഗ വസ്തു എടുത്ത് ബലിപീഠത്തിന് സമീപം വെച്ചത് പുളിപ്പില്ലാത്ത അപ്പമായി നിങ്ങൾ ഭക്ഷിക്കുവേൻ. കാരണം അത് അതിവിശുദ്ധ വസ്തുവാണ്. വിശുദ്ധമായ ഒരു സ്ഥലത്ത് നിങ്ങളത് ഭക്ഷിക്കണം. കാരണം അത് കർത്താവിനുള്ള അഗ്നിയിലുള്ള അർപ്പണങ്ങളിൽ നിന്ന് നിന്റെ വിഹിതവും നിന്റെ പുത്രന്മാരുടെ വിഹിതവുമാണ്. ഇങ്ങനെ തന്നെയാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നീരാജന നെഞ്ചും കാണിക്കുറുകും ശുദ്ധിയുള്ള ഒരു സ്ഥലത്ത് നീയും നിന്നോടൊപ്പമുള്ള നിന്റെ പുത്രന്മാരും പുത്രികളും ഭക്ഷിച്ചുകൊള്ളുവേൻ. കാരണം ഇസ്രായേലിയരുടെ സമാധാന ബലികളിൽ നിന്ന് നിന്റെ വിഹിതവും നിന്റെ മക്കളുടെ വിഹിതവും നൽകപ്പെട്ടിരിക്കുന്നു. കാണിക്കുറുകും നീരാജന നെഞ്ചും മേധസ്സുകളുടെ അഗ്നി അർപ്പണങ്ങൾക്ക് മേൽ കർത്തൃസന്നിധിയിൽ നീരാജനമായി ഒഴിയാനാണ് അവർ കൊണ്ടുവരുന്നത്. അത് ഒരു ശാശ്വത വിഹിതമായി നിനക്കും നിന്നോടൊപ്പമുള്ള മക്കൾക്കുമുള്ളതാണ്. കർത്താവ് കൽപ്പിച്ചതുപോലെയാണിത്. അനന്തരം പാപമുക്തിയാഗത്തിന്റെ കോലാടിനെ കുറിച്ച് മോശ ചുഴിഞ്ഞന്വേഷിച്ചു. ഇതാ, അത് ദഹിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അഹ്റോന്റെ ശേഷിച്ച പുത്രന്മാരായ എലയാസിനോടും ഇത്താമറിനോടും ഇപ്രകാരം ശുഭിതനായി, നിങ്ങൾ എന്തുകൊണ്ട് പാപമുക്തിക്കുള്ള യാഗമൃഗത്തെ വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിച്ചില്ല? അത് അതിവിശുദ്ധ വസ്തുവായിരുന്നല്ലോ. കർത്തൃസന്നിധിയിൽ സമൂഹത്തിനായി പരിഹാരം അനുഷ്ഠിക്കാൻ അവരുടെ കുറ്റം സംവഹിക്കുന്നതിനായി അവിടുന്ന് അത് നിങ്ങൾക്ക് നൽകിയതായിരുന്നു.
ഇതാ, അതിൻ്റെ രക്തം ഉള്ളിൽ വിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുവരപ്പെട്ടില്ല. ഞാൻ കൽപ്പിച്ചിരുന്നതുപോലെ വിശുദ്ധ സ്ഥലത്ത് നിങ്ങളത് തീർച്ചയായും ഭക്ഷിക്കേണ്ടതായിരുന്നു. അഹറോൻ മോശയോട് സംസാരിച്ചു, ഇതാ, ഇന്ന് അവർ തങ്ങളുടെ പാപമുക്തിയാകവും ഹോമയാകവും കർത്തൃസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്നു. എന്നിട്ടും ഇങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ പാപമുക്തിയാകം ഭക്ഷിച്ചിരുന്നെങ്കിൽ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ അത് നല്ലതാകുമായിരുന്നോ? ഇത് മോശ കേട്ടു. അവൻ്റെ ദൃഷ്ടികളിൽ അത് നന്നായിരുന്നു. ലേവ്യർ അധ്യായം 11. ശുദ്ധമായതും അല്ലാത്തതും. ഇസ്രായേലിയരോട് പറയാനായി കർത്താവ് മോശയോടും അഹ്റോനോടും സംസാരിച്ചു. അവരോട് നിങ്ങൾ ഇപ്രകാരം പ്രസ്താവിക്കുവിൻ: ഭൂമിയിലുള്ള സകല മൃഗഗണത്തിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്ന ജീവജാലം ഇതാണ്. മൃഗങ്ങളിൽ കുളമ്പ് വിഭജിക്കപ്പെട്ടതും കുളമ്പുകൾ ഇരട്ട വിരിഞ്ഞതും അയവിറക്കുന്നതും ഏതെല്ലാമാണോ അത് നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ അയവിറക്കുന്നതിൽ നിന്നോ കുളമ്പ് വിഭജിക്കപ്പെട്ടതിൽ നിന്നോ നിങ്ങൾ ഭക്ഷിക്കരുതാത്തത് ഇതാണ്: ഒട്ടകം അയവിറക്കുന്നതാണെങ്കിലും വിഭജിതമായ കുളമ്പില്ലാത്തതിനാൽ അത് നിങ്ങൾക്ക് മലിനമാണ്. കുഴിമുയൽ അയവിറക്കുന്നതെങ്കിലും കുളമ്പ് വിഭജിച്ചിട്ടില്ലാത്തതിനാൽ അത് നിങ്ങൾക്ക് മലിനമാണ്. മുയൽ അയവിറക്കുന്നതാണെങ്കിലും കുളമ്പ് വിഭജിച്ചിട്ടില്ലാത്തതിനാൽ അത് നിങ്ങൾക്ക് മലിനമാണ്. പന്നി കുളമ്പ് വിഭജിക്കപ്പെട്ടതും കുളമ്പ് ഇരട്ട പിരിഞ്ഞതുമാണെങ്കിലും അയവിറക്കുന്നില്ല, അത് നിങ്ങൾക്ക് മലിനമാണ്. അവയുടെ മാംസത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത്. അവയുടെ പിണത്തിൽ തൊടുകയുമരുത്, അവ നിങ്ങൾക്ക് മലിനമാണ്. ജലത്തിൽ നിന്നുള്ള എല്ലാറ്റിൽ നിന്നും നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നവ ഇതാണ്: ചിറകും ചെതുമ്പലുള്ളതായി കടലിലെയും അരുവികളിലെയും ജലത്തിലുള്ളതെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം. സകല ജലചാരി വൃന്ദത്തിൽ നിന്നും ജലത്തിലുള്ള സകല ജീവജാലത്തിൽ നിന്നും ചിറകും ചെതുമ്പലുമില്ലാതെ കടലിലെയും അരുവികളിലെയും ജലത്തിലുള്ള സകലതും നിങ്ങൾക്ക് വർജ്യമാണ്. അവ നിങ്ങൾക്ക് വർജ്യമായിരിക്കട്ടെ. അവയുടെ മാംസത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത്. അവയുടെ പിണം നിങ്ങൾ വർജിക്കണം. ചിറകും ചെതുമ്പലുമില്ലാത്തതായി ജലത്തിലുള്ള സകലതും നിങ്ങൾക്ക് വർജ്യമാണ്. പക്ഷിവർഗത്തിൽ നിന്ന് നിങ്ങൾ വർജിക്കേണ്ടവ ഇവയാണ്. അവ ഭക്ഷിക്കപ്പെടരുത്. വർജ്യമായവ കഴുകൻ, ചെമ്പരുന്ത്, കരിമ്പരുന്ത്, പരുന്ത്, പ്രാപ്പിടിയൻ അതിൻ്റെ ഇനമനുസരിച്ച്, കാക്കയെല്ലാം അതിൻ്റെ ഇനമനുസരിച്ച്, ഒട്ടകപക്ഷിപ്പിട, ഒട്ടകപക്ഷിപ്പൂവൻ, കടൽ പാത്ത, പാത്ത അതിൻ്റെ ഇനമനുസരിച്ച്, മൂങ്ങ, നീർക്കാക്ക, കൂമൻ, അരയന്നം, ഞാറപ്പക്ഷി, കരിങ്കഴുകൻ, എരണ്ടക്കൊക്ക് അതിൻ്റെ ഇനമനുസരിച്ച്, കാട്ടുകോഴി, നരിച്ചീർ എന്നിവയാണ്. ചതുഷ്പദചാരികളായ ചിറകുള്ള കീടങ്ങളെല്ലാം നിങ്ങൾക്ക് വർജ്യമാണ്. എന്നാൽ ചതുഷ്പദചാരികളായ ചിറകുള്ള കീടങ്ങളിൽ നിന്നെല്ലാം നിലത്ത് കുതിച്ചു ചാടാൻ ഉതകും വിധം അതിൻ്റെ പാദങ്ങൾക്ക് മുകളിലേക്ക് കാൽവണ്ണകളില്ലാത്തതിനെ നിങ്ങൾക്ക് ഭക്ഷിക്കാം. അവയിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നത് ഇവയാണ്: വെട്ടുക്കിളിയെ അതിൻ്റെ ഇനമനുസരിച്ച്, പച്ചക്കുതിരയെ അതിൻ്റെ ഇനമനുസരിച്ച്, വീട്ടിലിനെ അതിൻ്റെ ഇനമനുസരിച്ച്, പുൽച്ചാടിയെ അതിൻ്റെ ഇനമനുസരിച്ച്. 4 കാലുകളുള്ള മറ്റെല്ലാ ചിറകുള്ള കീടങ്ങളും നിങ്ങൾക്ക് വർജ്യമാണ്. ഇവ മൂലം നിങ്ങൾ മലിനപ്പെടും. അവയുടെ പിണം തൊടുന്ന ആരും സായനം വരെ മലിനരായിരിക്കും. അവയുടെ പിണം ചുമക്കുന്ന ആരും തൻ്റെ വസ്ത്രങ്ങൾ കഴുകണം. അവൻ സന്ധ്യ വരെ മലിനനായിരിക്കും. കുളമ്പ് വിഭജിക്കപ്പെട്ടതെങ്കിലും കുളമ്പുകൾ ഇരട്ട പിരിഞ്ഞല്ലാത്തതും അയവിറക്കാത്തതുമായ എല്ലാ മൃഗങ്ങളും നിങ്ങളെ സംബന്ധിച്ച് മാലിന്യമുള്ളവയാണ്. അവയെ തൊടുന്ന ആരും മലിനനാകും. ചതുഷ്പദചാരിയായ ഏത് ജീവിഗണത്തിലും സ്വന്തം കൈപ്പടത്തിന്മേൽ നടക്കുന്നതെല്ലാം നിങ്ങൾക്ക് മലിനമായിരിക്കും. അവയുടെ പിണം തൊടുന്ന ആരും സന്ധ്യ വരെ മലിനരായിരിക്കും. അവയുടെ പിണം ചുമക്കുന്നവൻ തൻ്റെ വസ്ത്രങ്ങൾ കഴുകണം. സന്ധ്യ വരെ അവൻ മലിനനായിരിക്കും. അവ നിങ്ങൾക്ക് മലിനമാണ്. ഭൂമിയിൽ ഇഴയുന്ന ഉരവർഗത്തിൽ നിങ്ങൾക്ക് മലിനമായത് ഇതാണ്: കീരി, എലി, ഉടുമ്പ് അതിൻ്റെ ഇനമനുസരിച്ച്, പല്ലി, ചുമർപല്ലി, മണൽപ്പല്ലി, അരണ, ഓന്ത് എന്നിവ. സകല ഇഴജന്തുവർഗത്തിലും ഇവ നിങ്ങൾക്ക് മലിനമായിരിക്കും. അവ ചാകുമ്പോൾ അവയുടെ മേൽ തൊടുന്ന ആരും സന്ധ്യ വരെ മലിനനായിരിക്കും. അവ ചാകുമ്പോൾ അവയിലൊന്ന് ഏതിൻ്റെ മേൽ നിപതിക്കുന്നുവോ അത് മലിനമാകും. തടി ഉപകരണം ഏതും ഉൾപ്പെടെ വസ്ത്രമോ തുകലോ ചാക്കോ പണിക്കുപയോഗിക്കുന്ന ഉപകരണം ഏതുമോ ആകട്ടെ അത് വെള്ളത്തിലിടണം. സന്ധ്യ വരെ അത് മലിനമായിരിക്കും. പിന്നെ അത് ശുദ്ധമാണ്. അവയിലൊന്ന് ഏതെങ്കിലും മൺപാത്രത്തിനുള്ളിൽ നിപതിച്ചാൽ അതിലുള്ളവ മുഴുവൻ മലിനമായിരിക്കും.
അത് നിങ്ങൾ ഉടച്ചു കളയണം. വെള്ളം ഭക്ഷ്യയോഗ്യമായ ഏതെങ്കിലും ഭക്ഷണത്തിൽ തെറിച്ചാൽ അത് മലിനമാകും. ഏത് പാത്രത്തിലുമുള്ള പാനീയോഗ്യമായ ഏത് പാനീയവും മലിനമാകും. അവയുടെ പിണത്തിൽ നിന്ന് എന്തിൻ്റെ മേലെങ്കിലും വീണാൽ അത് മലിനമാകും. അടുപ്പും വറചട്ടിയും തകർക്കപ്പെടണം, അവ മലിനമാണ്. അവ നിങ്ങൾക്ക് മലിനമായിരിക്കണം. അവയുടെ പിണത്തിൽ തൊടുന്നത് മലിനമാകുമെങ്കിലും അരുവിയും ജലസംഭരണിയായ കിണറും ശുദ്ധമായിരിക്കും. വിതയ്ക്കപ്പെടുന്ന ഏത് വിത്തിന്മേലും അവയുടെ പിണാംശം വീണാൽ തന്നെയും അത് ശുദ്ധമാണ്. എന്നാൽ വെള്ളം കൊണ്ട് വിത്ത് നനച്ചിരിക്കെ അതിന്മേൽ പിണാംശം പതിച്ചാൽ അത് നിങ്ങൾക്ക് മലിനമാണ്. നിങ്ങൾക്ക് ഭക്ഷണത്തിനായുള്ള മൃഗഗണത്തിൽ നിന്ന് ചത്തതിന്റെ ജഡത്തിൽ തൊടുന്നവൻ സന്ധ്യ വരെ മലിനനാണ്. അതിന്റെ ജഡത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവൻ തന്റെ വസ്ത്രങ്ങൾ കഴുകണം, അവൻ സന്ധ്യ വരെ മലിനനായിരിക്കും. അതിന്റെ പിണം ചുമക്കുന്നവനും തന്റെ വസ്ത്രങ്ങൾ കഴുകണം, അവൻ സന്ധ്യ വരെ മലിനനായിരിക്കും. ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഉരകവും വർജ്യമാണ്, അത് ഭക്ഷിക്കപ്പെടരുത്. ഉരസിന്മേൽ ചരിക്കുന്ന ഏത് ചതുഷ്പദചാരിയായ ഏതും ബഹുപാദങ്ങളുള്ള ഏതും ഉൾപ്പെടെ ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഉരകഗണത്തിലും പെട്ട ഒന്നിനെയും നിങ്ങൾ ഭക്ഷിക്കരുത്. എന്തെന്നാൽ അവ വർജ്യമാണ്. ഇഴയുന്ന ഒരു ഉരകത്തെ കൊണ്ടും നിങ്ങളെ തന്നെ നിന്ദ്യരാക്കരുത്. അവ മൂലം നിങ്ങൾ സ്വയം മലിനരാകരുത്. അവയാൽ നിങ്ങൾ മലിനപ്പെടരുത്. എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധരായിരിക്കുകയും ചെയ്യുവിൻ, കാരണം ഞാൻ പരിശുദ്ധനാകുന്നു. ഭൂമിയിൽ ചരിക്കുന്ന ഒരു ഇഴജന്തു വഴിയും നിങ്ങൾ നിങ്ങളെ തന്നെ മലിനരാക്കരുത്. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഈജിപ്റ്റ് നാട്ടിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന കർത്താവ് ഞാനാകുന്നു. നിങ്ങൾ പരിശുദ്ധരായിരിക്കുവേൻ, എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ്. മൃഗം, പക്ഷി, ജലചാരികളായ സകല സചേതന ജന്തുജാലം, ഭൗമചാരികളായ സകല തിര്യജാലം എന്നിവ സംബന്ധിച്ചുള്ള നിയമമാണിത്. മാലിന്യമുള്ളവയും ശുദ്ധിയുള്ളവയും തമ്മിലും ഭക്ഷ്യയോഗ്യമായ ജന്തുജാലവും ഭക്ഷിക്കപ്പെടരുതാത്ത ജന്തുജാലവും തമ്മിലും വേർതിരിക്കുന്നതിന് വേണ്ടിയുള്ള നിയമം. സങ്കീർത്തനങ്ങൾ 97 മുതൽ 101 വരെ. സങ്കീർത്തനം 97. ലോകനാഥനായ കർത്താവ്. കർത്താവ് വാഴുന്നു, ഭൂമി ആനന്ദിക്കട്ടെ, ദ്വീപ് സഞ്ചയങ്ങൾ സന്തോഷിക്കട്ടെ. അവിടുത്തെ ചുറ്റും മേഘവും കൂരിരുട്ടുമുണ്ട്. നീതിയും ന്യായവും തിരുസിംഹാസനത്തിന്റെ അടിസ്ഥാനമാണ്. അവിടുത്തെ മുമ്പിലായി അഗ്നി നീങ്ങുന്നു, അത് ചുറ്റുമുള്ള അവിടുത്തെ വൈരികളെ ദഹിപ്പിക്കുന്നു. അവിടുത്തെ മിന്നൽ പിണരുകൾ ലോകത്തെ പ്രകാശിപ്പിച്ചു. ഭൂമി അത് കണ്ടു വിറകൊണ്ടു. കർത്തൃ സാന്നിധ്യം മൂലം, ഭൂമി മുഴുവൻ്റെയും നാഥന്റെ സാന്നിധ്യം മൂലം പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകി. ആകാശങ്ങൾ അവിടുത്തെ നീതി വർണ്ണിച്ചു. എല്ലാ ജനങ്ങളും അവിടുത്തെ മഹത്വം കണ്ടു. പ്രതിമകളിൽ അഭിമാനിക്കുന്ന വിഗ്രഹ സേവകരെല്ലാം ലജ്ജിതരാകട്ടെ. സമസ്ത ദേവന്മാരെ അവിടത്തേക്ക് ആരാധന അർപ്പിക്കുവേൻ. സിയോൻ കേട്ട് സന്തോഷിച്ചു. കർത്താവെ, അങ്ങയുടെ ന്യായവിധികളെ പ്രതി യൂദായുടെ പുത്രിമാർ ആനന്ദിച്ചു. എന്തെന്നാൽ കർത്താവെ, അങ്ങ് ഭൂമി മുഴുവനും മേൽ അത്യുന്നതനാണ്. എല്ലാ ദേവന്മാർക്കും ഉപരി ഏറെ ഉയർന്നവനാണ്. കർത്താവിനെ സ്നേഹിക്കുന്നവരെ തിന്മയെ ദ്വേഷിക്കുവേൻ. അവിടുന്ന് തന്റെ ഭക്തരുടെ ആത്മാക്കളെ പരിപാലിക്കുന്നു. ദുഷ്ടരുടെ കയ്യിൽ നിന്നും അവരെ മോചിപ്പിക്കുന്നു. നീതിമാനു വേണ്ടി പ്രകാശം വിതറപ്പെട്ടിരിക്കുന്നു, ഹൃദയ പരമാർത്ഥർക്ക് വേണ്ടി സന്തോഷവും. നീതിമാന്മാരെ കർത്താവിൽ സന്തോഷിക്കുവിൻ, അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. സങ്കീർത്തനം 98. കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു. കർത്താവിന് ഗീതം ആലപിക്കുവേൻ, ഒരു നവ്യഗീതം. അവിടുന്നാണല്ലോ വിസ്മയകൃത്യങ്ങൾ പ്രവർത്തിച്ചത്. അവിടുത്തെ വലതു കരവും വിശുദ്ധ ഭുജവും അവിടുത്തേക്കായി രക്ഷ നിർവഹിച്ചിരിക്കുന്നു. കർത്താവ് തന്റെ രക്ഷ വിളംബരം ചെയ്തു. ജനതകളുടെ ദൃഷ്ടികളിൽ അവിടുന്ന് തന്റെ നീതി വെളിപ്പെടുത്തി. ഇസ്രായേൽ ഭവനത്തോടുള്ള തന്റെ കാരുണ്യവും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. ഭൂമിയുടെ അതിർത്തികളെല്ലാം നമ്മുടെ ദൈവത്തിന്റെ രക്ഷ കണ്ടു. ഭൂമി മുഴുവനുമേ കർത്താവിന് ആർപ്പ് വിളിക്കുവേൻ. ആമോദിച്ച് ആരവം മുതിർത്ത് കീർത്തനം ആലപിക്കുവേൻ. കിന്നരം കൊണ്ട് കർത്താവിന് കീർത്തനം ആലപിക്കുവേൻ. കിന്നരവും സങ്കീർത്തനനാദവും കൊണ്ട് തന്നെ, കൊമ്പുകളും കാഹളനാദവും കണ്ട് രാജാവായ കർത്താവിന്റെ സന്നിധിയിൽ ആർപ്പ് വിളിക്കുവേൻ. സമുദ്രവും അതിലുള്ളവയും ലോകവും അതിലെ നിവാസികളും ഇരമ്പട്ടെ. നദികൾ കരഘോഷം മുഴക്കട്ടെ. പർവ്വതങ്ങൾ ഒന്നിച്ച് ആരവം മുതിർക്കട്ടെ, കർത്തൃസന്നിധിയിൽ തന്നെ. എന്തെന്നാൽ അവിടുന്ന് ഭൂമിയെ ന്യായം വിധിക്കാൻ വരുന്നു. അവിടുന്ന് പ്രപഞ്ചത്തെ നീതിയിലും ജനങ്ങളെ പരമാർത്ഥതയിലും ന്യായം വിധിക്കും. സങ്കീർത്തനം 99. കർത്താവ് പരമപരിശുദ്ധൻ.
കർത്താവ് വാഴുന്നു, ജനങ്ങൾ വിറകൊള്ളട്ടെ. അവിടുന്ന് കെരൂബുകളെ ഇരിപ്പിടമാക്കിയവനാണ്, ഭൂമി കുലുങ്ങട്ടെ. കർത്താവ് സിയോനിൽ വലിയവനാണ്, സകല ജനതകളുടെയും മേൽ ഉന്നതനാണ്. അവിടുത്തെ നാമം അവർ ഏറ്റുപറയട്ടെ. വലിയവനും ഭീതിതനുമായ അവിടുന്ന് പരിശുദ്ധനാണ്. ന്യായത്തെ സ്നേഹിക്കുന്നതാണ് രാജാവിൻ്റെ ബലം. പരമാർത്ഥത ഉറപ്പാക്കിയത് അങ്ങാണ്. യാക്കോബിൽ ന്യായവും നീതിയും പ്രവർത്തിച്ചത് അങ്ങാണ്. നമ്മുടെ ദൈവമായ കർത്താവിനെ പുകഴ്ത്തുവിൻ. തൃപ്പാദ പീഠത്തിങ്കൽ പ്രണമിക്കുവിൻ. അവിടുന്ന് പരിശുദ്ധനാണ്. അവിടുത്തെ പുരോഹിതന്മാർക്കിടയിൽ മോശയും അഹരോനുമുണ്ട്. തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നവർക്കിടയിൽ സാമുവേലും. കർത്താവിൻ്റെ പക്കൽ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അവർക്ക് ഉത്തരമരുളി. മേഘസ്തംഭത്തിൽ അവിടുന്ന് അവരോട് സംസാരിച്ചു. അവർ അവിടുത്തെ സാക്ഷ്യങ്ങൾ കാത്തു സൂക്ഷിച്ചു. അവിടുന്നാണ് അവർക്ക് ചട്ടം നൽകിയത്. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അങ്ങ് അവർക്ക് ഉത്തരമരുളി. അങ്ങ് അവർക്ക് ക്ഷമിക്കുന്ന ദൈവമായിരുന്നു, അവരുടെ ചെയ്തികളെ പ്രതി ശിക്ഷ നൽകുന്നവനും. നമ്മുടെ ദൈവമായ കർത്താവിനെ പുകഴ്ത്തുവിൻ. അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിൽ വണക്കമർപ്പിക്കുവിൻ. എന്തെന്നാൽ നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. സങ്കീർത്തനം 100. കർത്താവ് നല്ലവനാണ്. ഭൂമി മുഴുവനുമേ കർത്താവിനെ ആർപ്പ് വിളിക്കുവിൻ. സന്തോഷത്തോടെ കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. ആനന്ദാരവത്തോടെ തിരുസന്നിധി പോകുവിൻ. കർത്താവ് തന്നെ ദൈവമെന്ന് നിങ്ങൾ അറിയുവിൻ. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്. അവിടുത്തെ ജനവും അവിടുന്ന് പോറ്റുന്ന അജഗണവും. കൃതജ്ഞതയോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. സ്തുതിയോടെ അവിടുത്തെ അങ്കണങ്ങളിലേക്കും അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. എന്തെന്നാൽ കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറ തലമുറയോളവും. സങ്കീർത്തനം 101. രാജാവിൻ്റെ പ്രതിജ്ഞ. കരുണയെയും ന്യായത്തെയും കുറിച്ച് ഞാൻ പാടും. കർത്താവെ, ഞാൻ അങ്ങേക്ക് കീർത്തനം ആലപിക്കും. നിഷ്കളങ്കതയുടെ വഴിയിൽ ഞാൻ ശ്രദ്ധ വയ്ക്കും. എപ്പോഴാണ് അങ്ങ് എൻ്റെ അടുക്കൽ വരുന്നത്? ഞാൻ എൻ്റെ ഭവനത്തിനുള്ളിൽ ഹൃദയം നിഷ്കളങ്കതയോടെ വ്യാപരിക്കും. നീചകാര്യം എൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ ഞാൻ വയ്ക്കുകയില്ല. അബദ്ധസഞ്ചാരികളുടെ ചെയ്തി ഞാൻ വെറുക്കുന്നു, അതെന്നിൽ പറ്റിപ്പിടിക്കുകയില്ല. വക്രഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കും. തിന്മ എനിക്ക് അജ്ഞാതമായിരിക്കും. തൻ്റെ അയൽക്കാരനെ പരോക്ഷമായി പഴി പറയുന്നവനെ ഞാൻ ഇല്ലായ്മ ചെയ്യും. നയനഗർവിഷ്ഠനെയോ ഹൃദയാഹങ്കാരിയെയോ ഞാൻ വലിച്ചു പുറപ്പിക്കുകയില്ല. എന്നോടൊത്ത് വസിക്കേണ്ടതിന് ദേശത്തുള്ള വിശ്വസ്തരിലായിരിക്കും എൻ്റെ നോട്ടം. നിഷ്കളങ്കതയുടെ വഴിയിൽ ചരിക്കുന്നവൻ എന്നെ പരിചരിക്കും. വഞ്ചന ചെയ്യുന്നവൻ എൻ്റെ ഭവനത്തിനുള്ളിൽ വസിക്കുകയില്ല. വ്യാജകാര്യങ്ങൾ സംഭാഷിക്കുന്നവൻ എൻ്റെ കൺമുമ്പിൽ പച്ചപിടിക്കുകയില്ല. കർത്താവിൻ്റെ നഗരത്തിൽ നിന്ന് ദുഷ്കർമ്മികളെയെല്ലാം വിച്ഛേദിക്കാൻ ഞാൻ പ്രഭാതം തോറും ദേശത്തെ ദുഷ്ടരെ ഇല്ലായ്മ ചെയ്യും.